നമസ്കാരം. സംസ്ഥാനത്തെ ഗതാഗതക്കുരുക്കിൽ ചോദ്യശരങ്ങളുമായി സുപ്രീം കോടതി. ടോൾ നൽകിയിട്ടും ദേശീയപാത അതോറിറ്റി സേവനം നൽകുന്നില്ലല്ലോ എന്ന് കോടതി. സമയമെടുത്ത് സഞ്ചരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് അങ്ങോട്ട് പണം നൽകണം. വാഹനങ്ങൾ ബ്രേക്ക് ഡൗൺ ആയത് ദൈവഹിതം കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും സുപ്രീം കോടതിയുടെ വിമർശനം. ടോപ് 10 ആരംഭിക്കുന്നു. ഇന്നത്തെ 10 പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ആദ്യം. ദേശീയപാതയിൽ 12 മണിക്കൂർ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നവർ എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി. ജനങ്ങൾക്കാണ് പണം നൽകേണ്ടതെന്ന് വിമർശനം. പാലിയേക്കര ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരായ അപ്പീലിൽ വിധി പിന്നീട്. ഗതാഗതക്കുരുക്കഴിയാതെ മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാത. ഡൽഹിയിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി ഇന്ത്യ ചൈന വിദേശകാര്യമന്ത്രിമാർ. അതിർത്തി പ്രശ്നങ്ങളും വ്യാപാര ബന്ധങ്ങളും ചർച്ചയായി. അതിർത്തിയിലെ സേനാ പിന്മാറ്റം വേഗത്തിലാക്കണമെന്നും ശാന്തമായ അതിർത്തി നല്ല ബന്ധത്തിന് അനിവാര്യമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷ നീക്കം. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം. ബീഹാറിൽ രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര തുടരുന്നു. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ ഇന്ത്യ സഖ്യം നാളെ പ്രഖ്യാപിക്കും. ISRO മുൻ ശാസ്ത്രജ്ഞൻ M അണ്ണാദുരൈയുടെ പേരും പരിഗണനയിൽ. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനത്തിൽ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ നിയോഗിച്ച് സുപ്രീം കോടതി. റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ധൂലിയ അധ്യക്ഷനാകുന്ന സമിതിയിലേക്ക് സർക്കാരിനും ഗവർണർക്കും 2 പേരെ നിർദ്ദേശിക്കാം. 2 ആഴ്ചയ്ക്കുള്ളിൽ സമിതി രൂപീകരിക്കണമെന്നും നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്നും കോടതി. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ മഴ തുടരുന്നു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കാറ്റിന് സാധ്യത. പാലക്കാട് കനത്ത മഴ. ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി. കത്ത് ചോർച്ചാ വിവാദം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടന്നത് ഗുരുതര സാമ്പത്തിക കുറ്റമാണെന്നും അന്വേഷിക്കണമെന്നും VD സതീശൻ. CPM നേതാക്കളുടെ അധോലോക ബന്ധം പുറത്തു വന്നെന്ന് V മുരളീധരൻ. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. US യുക്രൈൻ സുരക്ഷാ കരാറിന് സാധ്യത. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. ഖർക്കീവിൽ 10 പേർ കൊല്ലപ്പെട്ടു. 35-ലേറെ പേർക്ക് പരിക്കേറ്റു. ഗാസയിൽ വെടിനിർത്തലിന് സമ്മതമറിയിച്ച് ഹമാസ്. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യയുടെ 2020 ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. സൂര്യകുമാർ യാദവ് ക്യാപ്റ്റനായി തുടരും. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മലയാളി അത്ലറ്റ് ഷീന NVക്ക് സസ്പെൻഷൻ. ധർമ്മസ്ഥലയിൽ ഭൂമി കുഴിച്ചുള്ള പരിശോധന നിർത്തുന്നു. തുടർ നടപടികൾ ഫോറൻസിക് പരിശോധനാ ഫലം ലഭിച്ച ശേഷമെന്ന് സർക്കാർ നിയമസഭയിൽ. സ്റ്റോറി ഓഫ് ദി ഡേ. പുള്ളുണർന്നു. ഇനി കുട്ടവഞ്ചി യാത്രയാകാം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. ദേശീയപാതയിൽ 12 മണിക്കൂർ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിന് ടോൾ നൽകണമെന്ന് സുപ്രീം കോടതി. ഇത്രയും സമയമെടുത്ത് സഞ്ചരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് അങ്ങോട്ടാണ് പണം നൽകേണ്ടതെന്ന് കോടതി നിരീക്ഷിച്ചു. പാലിയേക്കരയിലെ ടോൾ പിരിവ് മരവിപ്പിച്ചതിനെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. പാലിയേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയും നൽകിയ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയുടെ ചോദ്യങ്ങൾ. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ, ജസ്റ്റിസ് NV അഞ്ചാരിയ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വന്ന ചിത്രം സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗതക്കുരുക്ക് ലോറി ബ്രേക്ക് ഡൌൺ ആയതിനെ തുടർന്നാണെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത പറഞ്ഞു. ലോറി ബ്രേക്ക് ഡൌൺ ആയത് ദൈവഹിതം കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി. ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സർവീസ് റോഡുകൾ നിർമ്മിച്ചിരുന്നുവെന്നും മഴ നിർമ്മാണ പ്രവർത്തനത്തെ ബാധിച്ചെന്നും തുഷാർ മേത്ത പറഞ്ഞു. എന്നാൽ മഴ കഴിഞ്ഞതിനു ശേഷം ടോൾ പിരിച്ചാൽ പോരെയെന്ന് കോടതി ആരാഞ്ഞു. മഴ നിർത്തണമെന്ന് ഉത്തരവിറക്കാൻ തങ്ങൾക്ക് കഴിയില്ലല്ലോ എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. ദേശീയപാതയിലെ 65 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ടോൾ എത്രയാണെന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് BR ഗവായുടെ ചോദ്യം. 150 രൂപ എന്ന് മറുപടി പറഞ്ഞപ്പോൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ 12 മണിക്കൂർ എടുക്കുമെങ്കിൽ എന്തിനാണ് ടോളെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു.
ഗതാഗതക്കുരുക്കുണ്ടാകുന്ന മേഖലയിലെ റോഡ് നിർമ്മിച്ചത് മറ്റൊരു ഉപകമ്പനിയാണെന്ന് കരാർ കമ്പനി കോടതിയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത TV. ഗതാഗതക്കുരുക്കഴിയാതെ ദേശീയപാത. മണ്ണൂത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ പല ഭാഗങ്ങളിലും ഗതാഗതക്കുരുക്ക് തുടർക്കഥയാകുകയാണ്. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ഇന്നും ഗതാഗതക്കുരുക്ക് രൂക്ഷം. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടില്ല. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് ഒരു മാറ്റവുമില്ല. ആമ്പല്ലൂരിലും മുരിങ്ങൂരിലും ചാലക്കുടിയിലും കുരുക്കോട് കുരുക്കാണ്. യാത്രക്കാർ മണിക്കൂറുകളോളം ബുദ്ധിമുട്ടുകയാണ്. ഇടറോഡുകൾ വഴി ഗതാഗതം തിരിച്ചുവിട്ടെങ്കിലും പ്രശ്നപരിഹാരമായില്ല. ജില്ലയിൽ സ്കൂളുകൾക്ക് ഇന്ന് അവധിയായതിനാൽ വിദ്യാർത്ഥികൾക്ക് ആശ്വാസമായി. അതേസമയം പ്രശ്നം പരിഹരിക്കാൻ വേണ്ട എല്ലാ നടപടികളും ചെയ്യാൻ സർക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്ന് സ്പീക്കർ AN ഷംസീർ പറഞ്ഞു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 4 മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടാകുന്നതെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും പറഞ്ഞു. വണ്ടിയുടെ ഡീസൽ മാത്രമല്ല, ഈ വണ്ടികളുടെ പ്ലേറ്റ് ഒടിഞ്ഞു പോകുന്നുണ്ട്. വളരെ മോശമായ സ്ഥിതിയിൽ വണ്ടിയുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കുഴപ്പമായി മാറിയിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപ KSRTCക്ക് ഇതിൻ്റെ പേരിൽ നഷ്ടമുണ്ട്. 4 ആഴ്ചയ്ക്കകം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പുല്ലുവിലയാണ് കരാർ കമ്പനി നൽകുന്നത്. നിർദ്ദേശം വന്നിട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഒരു ഭാഗത്തും അറ്റകുറ്റപ്പണി തുടങ്ങിയിട്ടില്ല. അമൃത ന്യൂസ്, തൃശൂർ. നിർമ്മാണത്തിലിരിക്കെ തകർന്ന കോഴിക്കോട് തോരായിക്കടവ് പാലം കോൺഗ്രസ് നേതാക്കൾ സന്ദർശിച്ചു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു തോരായിക്കടവ് സന്ദർശനം. 24 കോടി രൂപ ചെലവഴിച്ച് അകലാപ്പുഴയ്ക്ക് കുറുകെ തോരായിക്കടവ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പാലം ദിവസങ്ങൾക്ക് മുമ്പാണ് തകർന്നത്. നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെ ബീം ചരിഞ്ഞു വീഴുകയായിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഷാഫി പറമ്പിൽ MP, DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാലം സന്ദർശിച്ചത്. LDF സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ മറ്റൊരു ഉദാഹരണമാണ് തോരായിക്കടവിലെ പാലമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഗുരുതരമായ അനാസ്ഥയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഈ തോലായിക്കടവ് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം പുനരാരംഭിക്കണം എന്ന് ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും ഇത് കാലതാമസം ഉണ്ടാകാൻ പാടില്ല. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെ വലിയ കോടിക്കണക്കിന് രൂപ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെലവഴിച്ചാണ് ഈ പാലം നിർമ്മിക്കുന്നത്. ബാലുശ്ശേരി, കൊയിലാണ്ടി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം പൊതുമരാമത്തിന്റെ മേൽനോട്ടത്തിൽ PMR ഗ്രൂപ്പാണ് നിർമ്മിക്കുന്നത്. റിപ്പോർട്ടിൽ ആരുടെയെങ്കിലും ഭാഗത്ത് വീഴ്ച കണ്ടെത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പ്രതികരിച്ചിരുന്നു. പാലം തകർന്നതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മന്ത്രിക്ക് കൈ കഴുകാനാവില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് തോരായിക്കടവ് പാലം തകർന്ന സംഭവത്തിൽ പാലത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് കിഫ്ബി. പാലത്തിന്റെ 6-7 തൂണുകളെ ബന്ധിപ്പിക്കുന്ന സ്റ്റേജിംഗ് വർക്കിൽ അപാകതയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. ഡ്രോയിങ്ങിൽ ഉണ്ടായിരുന്നതിന് വിരുദ്ധമായിരുന്നു നിർമ്മാണം. കഴിഞ്ഞ മെയ് മാസം നടത്തിയ പരിശോധനയിൽ ഇത് കണ്ടെത്തി. മെയ് 19 പദ്ധതി നടത്തിപ്പ് ചുമതലയുള്ള KRFBക്ക് മെമ്മോ നൽകി. മെമ്മോയ്ക്ക് മറുപടി ലഭിച്ചില്ലെന്നും കിഫ്ബി അറിയിച്ചു. കാസർഗോഡ് പടന്നക്കാട് മേൽപ്പാലത്തിൽ ദേശീയപാത തകർന്ന വൻ കുഴികൾ മാത്രം. കഴിഞ്ഞ 3 മാസമായി തുടരുന്ന ദുരിതയാത്രയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പാലത്തിലെ കുഴികളിൽ വീണുള്ള വാഹനാപകടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടും കണ്ണടയ്ക്കുകയാണ് അധികൃതർ. ദേശീയപാതയിൽ പടന്നക്കാട് മേൽപ്പാലത്തിലെ റോഡ് തകർച്ചയുടെ ആഴം ദൃശ്യങ്ങളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. അപകടത്തിലേക്കുള്ള ചവിട്ടുപടികളായി ചെളിവെള്ളം നിറഞ്ഞ വൻകുഴികൾ മാത്രമാണ് പടന്നക്കാട്ടെ പാലത്തിലുള്ളത്. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴികൾ യാത്രക്കാരുടെ നടുവടിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. അപകടങ്ങൾ ഓരോന്ന് കഴിയുമ്പോഴും താൽക്കാലികമായ കുഴിയടക്കൽ മാത്രമാണ് നടന്നത്. പാലത്തിലെ കുഴികളിൽ വീണുണ്ടായ വാഹനാപകടങ്ങളിൽ 9 പേർ മരിച്ച കാര്യം നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. 10 വർഷം മുൻപ് ഉദ്ഘാടനം ചെയ്ത ദേശീയപാതയിലെ പടന്നക്കാട് മേൽപ്പാലത്തിൽ റീടാറിംഗ് നടത്താത്തതിനെതിരെ ജനരോഷം ഉയരുകയാണ്. സമരത്തിലേക്ക് കടക്കുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ഇത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഏകദേശം ഒരു 10-17 മരണങ്ങളാണ് ഈ ഹൈവേന്റെ മുകളിൽ താമസിച്ച് പറ്റിയിട്ടുള്ളത്. ഇത് അധികൃതർക്ക് അറിയാത്തതുകൊണ്ടൊന്നുമല്ല. ഈ ഹൈവേയിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രിമാർ എത്ര പ്രാവശ്യം പോകുന്നുണ്ട്.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരെ ഈ വഴിയിൽ കൂടി പോയതാണ്. അപ്പോൾ ഇനിയും ഈ വിധത്തിൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ വളരെ വിഷമം തന്നെ. ജനങ്ങളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രശ്നമാണ് ഇതിന്റെ. നാഷണൽ ഹൈവേ അതോറിറ്റി ഇതിന് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായ ഒരു പ്രക്ഷോഭം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യം അതിൽ യാതൊരു സംശയവുമില്ല. കുഴികളിൽ വീണ് 200-ലധികം അപകടങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെയുണ്ടായത്. 1 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള മേൽപ്പാലത്തിലെ കുഴിയാത്ര പല സമയങ്ങളിലും ഗതാഗത കുരുക്കിനും ഇടയാക്കുകയാണ്. അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്, കാസർഗോഡ്. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി പ്രശ്നങ്ങളും മറ്റ് തർക്ക വിഷയങ്ങളും ചർച്ചയായി. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതും പ്രധാന വിഷയങ്ങളിൽ പരസ്പര സഹകരണം ഉറപ്പാക്കുന്നതും ചർച്ചയായതായാണ് റിപ്പോർട്ട്. ഭീകരതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതും ചർച്ചയായി. അതിർത്തിയിൽ സംഘർഷാവസ്ഥ ലഘൂകരിക്കണമെന്നും സമാധാനം നിലനിർത്തുന്നതിനാണ് പ്രാധാന്യമെന്നും എസ് ജയശങ്കർ കൂടിക്കാഴ്ചയ്ക്കിടെ പറഞ്ഞു. ദുഷ്കരമായ കാലഘട്ടത്തിന് ശേഷം ഇരു രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധവുമായി മുന്നോട്ടു പോവുകയാണ്. ഊഷ്മള ബന്ധം നിലനിർത്താൻ അതിർത്തി പ്രദേശങ്ങളിൽ സമാധാനവും ശാന്തിയും പുലരണം. അതിനായി ഇരു രാജ്യങ്ങളും ശ്രമം തുടരണം. എല്ലാതരം ഭീകരതയ്ക്കും എതിരായ പോരാട്ടത്തിനാണ് ഇനി ഇരു രാജ്യങ്ങളും മുൻഗണന നൽകേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമായി മാറരുതെന്ന് ജയശങ്കർ വാങ്ങിനെ അറിയിച്ചു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ സ്ഥിരത നിലനിർത്തേണ്ടത് അനിവാര്യമാണ്. ന്യായവും സന്തുലിതവുമായ ഒരു ലോകക്രമമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും ജയശങ്കർ പറഞ്ഞു. അതിർത്തി പ്രശ്നങ്ങളെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും വാങ്ങിയുമായി സംസാരിക്കുമെന്നും ജയശങ്കർ അറിയിച്ചു. ഇരു രാജ്യങ്ങളിലെയും അതിർത്തി വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ചുമതലപ്പെടുത്തിയ പ്രത്യേക പ്രതിനിധികളാണ് വാങ്ങിയും ഡോവലും. നാളെ വാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ദ്വിദിന സന്ദർശനത്തിനായാണ് വാങ്ങി ഇന്ത്യയിലെത്തിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുകയും അമേരിക്കയുമായുള്ള ബന്ധത്തിൽ പിരിമുറുക്കം കൂടുകയും ചെയ്യുന്നതിനിടെയാണ് ചൈനീസ് പ്രതിനിധിയുടെ ഇന്ത്യ സന്ദർശനം. ഈ മാസം അവസാനം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈന സന്ദർശിക്കുന്നുണ്ട്. അതിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടക്കുന്ന ഈ കൂടിക്കാഴ്ചകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഗാൽവാൻ താഴ്വരയിലെ സംഘർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ ചൈന ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളൽ വീണിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രധാനമന്ത്രി മോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ റഷ്യയിലെ കസാനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ചർച്ചകൾ പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. അതിനുശേഷമുള്ള നിർണായക ചുവടുവയ്പ്പാണ് വാങ്ങിയുടെ ഈ സന്ദർശനം. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. യുക്രൈൻ വിഷയത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുടിൻ ഇന്ത്യയുമായി പങ്കുവച്ചു. പുടിനുമായുള്ള സംഭാഷണത്തിന്റെ വിശദാംശങ്ങൾ മോദി എക്സിൽ പോസ്റ്റ് ചെയ്തു. നയതന്ത്രത്തിലൂടെയും സംഭാഷണത്തിലൂടെയും റഷ്യ യുക്രൈൻ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണണമെന്ന ഇന്ത്യയുടെ നിലപാട് പുടിനെ അറിയിച്ചതായി മോദി വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയും ഉറപ്പു നൽകി. വിവരങ്ങൾ കൈമാറിയതിന് പ്രധാനമന്ത്രി പുടിനോട് നന്ദി പറഞ്ഞു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരെന്ന് നാളെ അറിയാം. ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ അറിയിച്ചു. DMK MP തിരുച്ചി ശിവ, ISRO മുൻ ശാസ്ത്രജ്ഞൻ മയിൽസ്വാമി അണ്ണാദുരൈ എന്നിവരുമായാണ് പ്രതിപക്ഷ സഖ്യം പരിഗണിക്കുന്നത്. രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നുമുള്ളവരാണ്. പൊതു സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനെ അംഗീകരിക്കണമെന്ന് BJP നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് മത്സരിക്കാൻ പ്രതിപക്ഷ സഖ്യം തയ്യാറെടുത്തിരിക്കുന്നത്. വോട്ട് മോഷണം, വോട്ടർ പട്ടിക ക്രമക്കേട് എന്നിവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കടുത്ത പ്രതിഷേധത്തിലേക്കും നടപടികളിലേക്കും ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ നീക്കം. ഗ്യാനേഷ് കുമാറിനെ പദവിയിൽ നിന്നും നീക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ പ്രതിഷേധം അതിരുകടന്നതായും പൊതുമുതൽ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. അതിനിടെ വോട്ട് മോഷണത്തിനെതിരായ രാഹുലിന്റെ വോട്ടർ അധികാർ യാത്ര തുടരും. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ തീരുമാനിക്കുന്ന സമിതിയിൽ അംഗമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേ നേതാവിനെതിരെ BJPക്ക് വേണ്ടി നിലപാടെടുത്തു എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ കോൺഗ്രസ് ആരോപണം. ഗ്യാനേഷ് കുമാറിന്റെ നിലപാടുകൾ BJPക്ക് വേണ്ടിയുള്ളതാണെന്നും ഭരണഘടനാ തത്വങ്ങളെ ലംഘിക്കുന്നതാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നു. ഈ സാഹചര്യത്തിലാണ് ഗ്യാനേഷ് കുമാറിനെ നീക്കാൻ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ BJPയുടെ പാവയും വക്താവുമാണെന്ന് ഇന്ത്യ സഖ്യം ആരോപിക്കുന്നു. जो वोट देने का अधिकार है
वो संविधान में उल्लेखित सबसे महत्वपूर्ण अधिकार है जो एक आम नागरिक के पास होता है। और अगर हमारी लोकतंत्र जीवित है, 7 ദിവസത്തിനകം സത്യവാങ്മൂലം നൽകിയില്ലെങ്കിൽ കള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന് രാഹുൽ ഗാന്ധി വോട്ടർമാരോട് മാപ്പു പറയണമെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയും കള്ളം പറഞ്ഞും ഗ്യാനേഷ് കുമാർ പക്ഷം പിടിക്കുകയാണെന്നും പ്രതിപക്ഷ എംപിമാർ പറഞ്ഞു. ഇംപീച്ച് ചെയ്യാനുള്ള പ്രമേയം ആദ്യം സ്പീക്കറോ രാജ്യസഭാ അധ്യക്ഷനോ അംഗീകരിക്കേണ്ടതുണ്ട്. പിന്നീട് ഹാജരാകുന്നവരിൽ 2/3 ഭൂരിപക്ഷത്തിന്റെ വോട്ടോടെ ഇരുസഭകളും പ്രമേയം പാസാക്കണം. ഇതിന് സാധ്യതയില്ലെന്നിരിക്കെ കമ്മീഷനിലുള്ള അവിശ്വാസം പ്രകടിപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം. SIR-നെ ചൊല്ലിയുള്ള ബഹളത്തിൽ 2 സഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. ബഹളം കൂടിയപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ ഓം ബിർള മുന്നറിയിപ്പ് നൽകി. പൊതുമുതൽ നശിപ്പിക്കാനല്ല ജനങ്ങൾ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചതെന്നും സ്പീക്കർ പറഞ്ഞു. ഏതായാലും സഭയ്ക്കകത്തും പുറത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾക്കെതിരെ നിലപാട് ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. അമൃത ന്യൂസ്, ഡൽഹി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ബഹിരാകാശ യാത്രികൻ ശുഭാൻഷു ശുക്ലയെ ആദരിച്ച ലോക്സഭ. കടുത്ത പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ശുഭാൻഷുവിനെ ആദരിക്കുന്ന പ്രത്യേക ചർച്ച നടന്നത്. ഭാരതത്തിന് ഏറെ അഭിമാനകരമായ നിമിഷമാണ് ഇതെന്ന് പറഞ്ഞാണ് സ്പീക്കർ ഓം ബിർള കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിനെ സംസാരിക്കാനായി ക്ഷണിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ മേഖലയുടെ ശക്തിയും വളർച്ചയും ലോകം കണ്ടുവെന്ന് തുടർന്ന് സംസാരിച്ച മന്ത്രി ജിതേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടി. ശുഭാംശുവിന്റെ യാത്ര 140 കോടി ഇന്ത്യക്കാർക്ക് അഭിമാനവും പ്രചോദനവുമാണ്. ऑपरेशन सिंदूर के दौरान भी अंतरिक्ष विभाग और स्पेस टेक्नोलॉजी की जो भूमिका रही है, उस भूमिका को निभाने के हेतु जो टेक्नोलॉजी अपनाई गई वो भी गत 10 वर्षों में मोदी जी की सरकार के आने के बाद ऐसा हुआ. രാജ്യത്തിന് അഭിമാനകരമായ നിമിഷത്തിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നതിൽ വലിയ പ്രയാസമുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സർക്കാരിനോടും BJP-യോടും പ്രതിപക്ഷത്തിന് എതിർപ്പ് കാണിക്കാം. പക്ഷേ ശുഭാംശു ശുക്ലയോട് എന്തിനാണ് എതിർപ്പെന്ന് ജിതേന്ദ്ര സിംഗ് ചോദിച്ചു. പ്രതിപക്ഷത്തിന്റെ നിരാശയിൽ നിന്നാണ് ഇപ്പോൾ ഈ പ്രതിഷേധം ഉയരുന്നതെന്നും മന്ത്രി വിമർശിച്ചു. नाराजगी उस समय वाक़या होती है जब आदमी हताश होकर जाता है, जब आदमी निराशा से बेहाल हो जाता है, तो वो दर हकीकत नाराजगी किसी और से नहीं होती, नाराजगी अपने आप से होती है. ജിതേന്ദ്ര സിംഗിന്റെ വിമർശനത്തിന് പിന്നാലെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രത്യേക ചർച്ചയ്ക്കിടെ പ്രതിപക്ഷ ബഹളം കടുത്തതോടെ ലോക്സഭ നാളത്തേക്ക് പിരിഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ച് ശുഭാൻഷു ശുക്ല ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ആക്സ് 4 ദൗത്യത്തിനിടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുപോയ ഇന്ത്യൻ ദേശീയ പതാക അദ്ദേഹം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ബഹിരാകാശത്തു നിന്നും പകർത്തിയ ഭൂമിയുടെ അപൂർവ ചിത്രങ്ങളും അദ്ദേഹം പ്രധാനമന്ത്രിക്ക് കൈമാറി. യാത്രയുടെ അനുഭവങ്ങൾ ശുക്ല പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു. ശുക്ലയുടെ നേട്ടങ്ങളിൽ രാജ്യം അഭിമാനിക്കുന്നുവെന്ന് മോദി വ്യക്തമാക്കി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ട് റിട്ടയർഡ് ജഡ്ജി സുധാൻഷു ദൂലിയെ സെർച്ച് കമ്മിറ്റി ചെയർപേഴ്സണാക്കി സുപ്രീം കോടതി. ജഡ്ജിയെ സെർച്ച് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കണം. സെർച്ച് കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ VC നിയമനത്തിൽ നിർണായകമാകും. സർക്കാരും ചാൻസലറും നൽകിയ പട്ടികയിൽ നിന്നാണ് ചെയർപേഴ്സൺ 2 സർവകലാശാലകൾക്കുമായുള്ള കമ്മിറ്റി രൂപീകരിക്കുക. ഇതിൽ 2 പേർ ചാൻസലറുടെ നോമിനിയും 2 പേർ സംസ്ഥാനത്തിന്റെ നോമിനിയുമായിരിക്കും. ഒന്നിച്ചോ പ്രത്യേകമോ കമ്മിറ്റി രൂപീകരിക്കാം. സർക്കാരും ചാൻസലറും സെർച്ച് കമ്മിറ്റിയിലേക്ക് പേരുകൾ കൈമാറിയിട്ടുണ്ട്. IIT, NIT ഡയറക്ടർമാരുടെ ഉൾപ്പെടെ 8 പേരുടെ പട്ടികയാണ് ഗവർണർ കൈമാറിയത്. സംസ്ഥാന സർക്കാർ നൽകിയത് 10 പേരുകൾ അടങ്ങുന്ന പട്ടികയാണ്. UGC നോമിനി സെർച്ച് കമ്മിറ്റി പട്ടികയിൽ ഉണ്ടാകില്ല. ഗവർണർ നിർദ്ദേശിച്ച പേരുകളിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഈ സമിതി VC സ്ഥാനത്തേക്ക് 3 പേരുള്ള പാനൽ തയ്യാറാക്കും. സെർച്ച് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കണമെന്നാണ് കോടതി നിർദ്ദേശം. ഇതിനുശേഷം പട്ടിക മുഖ്യമന്ത്രിയുടെ ശുപാർശയോടെ ചാൻസലറായ ഗവർണർക്ക് കൈമാറണം. പശ്ചിമ ബംഗാൾ കേസിലെ വിധി സുപ്രീം കോടതി ഇക്കാര്യത്തിലും ബാധകമാക്കുകയാണ്. 2 സർവകലാശാലകളിലെയും VC നിയമനം 2 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു. 1 മാസത്തിനുള്ളിൽ നടപടികളിലെ പുരോഗതി കോടതിയെ അറിയിക്കണം.
ഗവർണർക്കെതിരായി കേരള സർക്കാർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിച്ചത്. ജഡ്ജിയെ സമിതി അധ്യക്ഷനാക്കണമെന്നും ഇല്ലെങ്കിൽ സെർച്ച് കമ്മിറ്റിയിൽ തുല്യത പാലിക്കാനാവില്ലെന്നും സർക്കാർ വാദിച്ചു. ചെയർപേഴ്സൺ സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. ചെയർപേഴ്സണ് ഓരോ സിറ്റിംഗിനും 3 ലക്ഷം രൂപ ഓണറേറിയം നൽകണം. സർക്കാരിന്റെ വിദ്യാഭ്യാസ വകുപ്പ് VC നിയമനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നതായി പരസ്യം പ്രസിദ്ധീകരിക്കണം. സഹകരിച്ച് മുന്നോട്ടു പോകാൻ ഇരു കൂട്ടരോടും കൈകൂപ്പി അഭ്യർത്ഥിക്കുന്നുവെന്ന് ജസ്റ്റിസ് JB പർദിവാല പറഞ്ഞു. കേസിൽ സംസ്ഥാന സർക്കാരിനായി മുതിർന്ന അഭിഭാഷകൻ ജയദീപ് ഗുപ്ത, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി എന്നിവർ ഹാജരായി. ഗവർണർക്കു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ P ശ്രീകുമാർ, സ്റ്റാൻഡിംഗ് കൗൺസിൽ വെങ്കട്ട് സുബ്രഹ്മണ്യ എന്നിവർ ഹാജരായി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കേരള സർവകലാശാല യൂണിയന്റെ പ്രവർത്തന ഉദ്ഘാടനത്തിലും VC രജിസ്ട്രാർ പോര് വ്യക്തം. തിരുവനന്തപുരം വിമൻസ് കോളേജിൽ നടന്ന പരിപാടിയിൽ സർവകലാശാല വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ പങ്കെടുത്തില്ല. താൽക്കാലിക രജിസ്ട്രാറുടെ ചുമതലയുള്ള മിനി കാപ്പിന് പരിപാടിയിൽ ക്ഷണമുണ്ടായിരുന്നില്ല. സസ്പെൻഷനിൽ തുടരുന്ന രജിസ്ട്രാറായ ഡോക്ടർ KS അനിൽകുമാർ ചടങ്ങിൽ പങ്കെടുത്തു. കോൺക്ലേവുകളിൽ അപരന്റെ ശബ്ദത്തിന് പ്രാധാന്യമുണ്ടാകണമെന്ന് മുഖ്യാതിഥിയായ പിന്നണി ഗായിക പുഷ്പവതി പൊയ്പാടത്തിൽ പറഞ്ഞു. ചില ആരോപണങ്ങൾ ഉന്നയിച്ചെന്നും ഗുരുതുല്യരും പിതൃതുല്യരുമായതുകൊണ്ട് അതിൽ മറുപടി പറയുന്നില്ലെന്നും പുഷ്പവതി വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മഴ തുടരുന്നതിനാൽ പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ സ്കൂളുകൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു. കുട്ടികളുടെ സുരക്ഷ കണക്കിലെടുത്തും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായുമാണ് അവധി പ്രഖ്യാപിച്ചത്. അംഗനവാടികൾ, നഴ്സറികൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, CBSE, ICSE സ്കൂളുകൾ, കിൻഡർഗാർട്ടൻ, മദ്രസകൾ, സ്വകാര്യ ട്യൂഷൻ സെന്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ്. കോളേജുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, അഭിമുഖങ്ങൾ, നവോദയ വിദ്യാലയം, റെസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ല. സ്കൂൾ പരീക്ഷകൾക്ക് അവധി ബാധകമായിരിക്കും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കത്ത് ചോർച്ചാ വിവാദം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കത്തിലെ ഉള്ളടക്കം ഗുരുതര സാമ്പത്തിക കുറ്റമാണെന്നും അന്വേഷിക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. CPM നേതാക്കളുടെ അധോലോക ബന്ധം പുറത്തുവന്നെന്ന് V മുരളീധരനും പ്രതികരിച്ചു. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് വ്യവസായി പാർട്ടി നേതൃത്വത്തിന് നൽകിയ കത്ത് പുറത്തുവന്നത് നേതൃത്വത്തിന് തലവേദനയാകുന്നുണ്ട്. എന്നാൽ മകനെതിരായ പരാതിയിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചില്ല. കത്തിന്റെ പകർപ്പ് എല്ലാവരുടെയും പക്കലുണ്ടല്ലോ എന്നും ഇത്തരം അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. കത്ത് വിവാദത്തിൽ ആരോപണ വിധേയനായ ആളെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർ പ്രധാനപ്പെട്ട ആരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മതിയാവും. അവർക്ക് നിരപരാധിത്വം തെളിയിക്കാമല്ലോ, നിരപരാധികളാണെങ്കിൽ. ചോദ്യങ്ങളോട് പരിഹസിച്ചായിരുന്നു മന്ത്രി MB രാജേഷിന്റെ പ്രതികരണം. രാജേഷ് കൃഷ്ണയെ അറിയാമോ എന്ന ചോദ്യത്തിൽ നിന്ന് മന്ത്രി ഒഴിഞ്ഞുമാറി. ഞാനൊരു കാര്യം പറയാം, ഇമാതിരിയുള്ള തോന്നിവാസങ്ങളൊക്കെ വിളിച്ചു പറയുന്നതിനെ വാർത്തയാക്കിയിട്ട് ആഘോഷിക്കുന്നത് കുറച്ച് പരിതാപകരമാണ്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കൊണ്ടൊന്നും CPM-നെ തകർക്കാനാകില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപങ്ങൾ കൊണ്ടൊന്നും CPM-നെയും CPM-ന്റെ നേതാക്കന്മാരെയും തകർക്കുന്നതിന് വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. കത്ത് വിവാദത്തിൽ യാഥാർത്ഥ്യം എന്തെന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം CPM നേതാക്കൾക്കുണ്ടെന്ന് VM സുധീരനും വികസനവും കമ്മീഷനും എന്ന നയമാണ് സർക്കാരിനെന്ന് K മുരളീധരനും പറഞ്ഞു. കത്ത് വിവാദത്തോടെ CPM നേതാക്കളുടെ അധോലോക ബന്ധമാണ് പുറത്തു വന്നിട്ടുള്ളതെന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. യുക്രൈനിൽ വീണ്ടും റഷ്യൻ ആക്രമണം. കർഖീവിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ 2 കുട്ടികൾ ഉൾപ്പെടുന്നു. 35-ലേറെ പേർക്ക് പരിക്കേറ്റു. റഷ്യ തുടങ്ങിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള കരാറിനു വേണ്ടി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഇന്ന് നടക്കാനിരിക്കെയായിരുന്നു ആക്രമണമുണ്ടായത്.
യുക്രൈനിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഖാർക്കീവിലുണ്ടായ അപ്രതീക്ഷിത ആക്രമണത്തിൽ പരിക്കേറ്റ 20 പേരിൽ 6 മുതൽ 17 വയസ്സുവരെ പ്രായമുള്ള 6 കുട്ടികളും ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 4 ശേഷം യുക്രൈനിലുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണ് ഇത്. 140 ഡ്രോണുകളാണ് ഒരൊറ്റ രാത്രിയിൽ റഷ്യ വിക്ഷേപിച്ചതെന്ന് യുക്രൈൻ വ്യോമസേന അറിയിച്ചു. ഗാസയിലെ പുതിയ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചതായി റിപ്പോർട്ട്. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തലിന് ഹമാസ് സമ്മതം അറിയിച്ചത്. ഇതോടെ 22 മാസം നീണ്ട യുദ്ധത്തിന് വിരാമമായേക്കും. 60 ദിവസത്തെ പ്രാരംഭ വെടിനിർത്തലാണ് കരാറിന്റെ ആദ്യഘട്ടം. തുടർന്ന് 2 ഘട്ടങ്ങളായി ബന്ദികളെ മോചിപ്പിക്കാനാണ് ധാരണ. ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടായേക്കും. രാജ്യാന്തര വാർത്താ ഏജൻസിയായ AFP ആണ് വാർത്ത പുറത്തുവിട്ടത്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നാളെ പ്രഖ്യാപിക്കും. ടീം ഘടന സംബന്ധിച്ച് സെലക്ഷൻ കമ്മിറ്റി ധാരണയിലെത്തിയെന്നാണ് റിപ്പോർട്ട്. ശുഭ്മാൻ ഗില്ലിനെ തൽക്കാലം T20 ടീമിലേക്ക് പരിഗണിച്ചേക്കില്ല. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഓപ്പണർമാരായി തുടരാനാണ് സാധ്യത. ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തിയേക്കും. തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ബുംറയ്ക്കൊപ്പം പ്രസിദ്ധ് കൃഷ്ണ, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി എന്നിവരും ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ട മലയാളി അത്ലറ്റ് ഷീന NVക്ക് സസ്പെൻഷൻ. ട്രിപ്പിൾ ജമ്പ് താരമാണ് ഷീന. ഉത്തരാഖണ്ഡ് ദേശീയ ഗെയിംസിലും ഫെഡറേഷൻ കപ്പിലും മെഡൽ നേടിയിരുന്നു. കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ 2 മുന്നോടിയായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ടീം ജേഴ്സി അവതരിപ്പിച്ചു. ക്യാപ്റ്റൻ സാലി സാംസണും വൈസ് ക്യാപ്റ്റൻ സഞ്ജു സാംസണും പരിശീലകരും ടീം ഉടമയും ചേർന്നാണ് ജേഴ്സി പ്രകാശനം ചെയ്തത്. ടീമിന്റെ ഔദ്യോഗിക വെബ്സൈറ്റും പ്രദർശിപ്പിച്ചു. പഴയ കൂട്ടുകാരുമൊത്ത് വീണ്ടും മത്സരത്തിന് ഇറങ്ങാൻ സാധിച്ചതിൽ സന്തോഷമെന്നും ഏഷ്യ കപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും സഞ്ജു സാംസൺ പറഞ്ഞു. ഈ വരുന്ന 21-ന് KCL 2ാം സീസൺ മത്സരങ്ങൾക്ക് തുടക്കമാകും. ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കുറേ കൂടെ കളിച്ച കൂട്ടുകാർ, കൂടെ കളിച്ച കുറേ അനിയന്മാർ, കുറേ ചേട്ടന്മാർ എല്ലാവരും ഒത്തുചേർന്ന് ഒന്ന് കളിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഞാൻ ഈ KCLനെ കാണുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. മാക്സിമം എൻജോയ് ചെയ്യണം, മാക്സിമം ഫൺ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും ആഗ്രഹം. ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിവരുന്ന തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനം. കർണാടക ആഭ്യന്തരമന്ത്രി G. പരമേശ്വരയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഫോറൻസിക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നതുവരെ ധർമ്മസ്ഥലയിൽ കുഴിയെടുത്തുള്ള തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചതായി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. രാസപരിശോധനയിൽ മനുഷ്യന്റെ DNA സാമ്പിളുകളോ തെളിവുകളോ കണ്ടെത്താനായാൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്നും തീരുമാനമെടുക്കേണ്ടത് SIT ആണെന്നും മന്ത്രിസഭയെ അറിയിച്ചു. PP ദിവ്യക്കെതിരായ വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചെന്നാരോപിച്ച് ഹൈക്കോടതിയിൽ ഹർജി. KSU സംസ്ഥാന സെക്രട്ടറിയാണ് ഹർജിക്കാരൻ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ അന്വേഷണം വേണമെന്ന ആവശ്യം PP ദിവ്യക്കെതിരായ ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിനോട് വിശദീകരണം തേടി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യക്കെതിരെയുള്ള കേസ് അട്ടിമറിച്ചുവെന്നാരോപിച്ചാണ് KSU ഹൈക്കോടതിയെ സമീപിച്ചത്. വിജിലൻസിന് വസ്തുനിഷ്ഠപരമായ തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും വിജിലൻസ് പരാതിക്കാരനോട് പോലും കാര്യം അന്വേഷിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. PP ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം മൂലം കേസ് വിജിലൻസ് അട്ടിമറിച്ചുവെന്നാണ് പ്രധാന പരാതി. ഇക്കാര്യത്തിൽ ഹൈക്കോടതി നേരിട്ടിടപെട്ട് മറ്റ് ഏജൻസികളെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നാണ് KSUവിന്റെ ആവശ്യം. ADM നവീൻ ബാബു മരണപ്പെട്ടത് സംബന്ധിച്ചാണ് PP ദിവ്യയുടെ കാര്യത്തിൽ വിവാദമുയർന്നത്. നവീൻ ബാബു കേസ് റദ്ദാക്കുവാനായി PP ദിവ്യ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ PP ദിവ്യ നടത്തിയ അഴിമതികൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് KSUവിന്റെ പരാതി. അനധികൃത സ്വത്ത് സമ്പാദനം, നിരന്തരമുള്ള വിദേശയാത്ര, ഇതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് പരാതിക്കാരന്റെ ആവശ്യം. KSU സംസ്ഥാന സെക്രട്ടറിയാണ് പരാതി നൽകിയത്. എന്നാൽ വിജിലൻസ് പരാതിക്കാരന്റെ മൊഴി പോലും സ്വീകരിക്കാതെ കേസ് എഴുതിത്തള്ളുന്ന അവസ്ഥയിലാണെന്നാണ് ഹർജിയിലെ ആരോപണം. ഹർജിയിൽ ഹൈക്കോടതി വിജിലൻസിന് നോട്ടീസ് അയച്ചു. വിശദീകരണം തേടി. അമൃത ന്യൂസ്, കൊച്ചി.